ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ന്യൂട്ടല്ലയാണ്. ഡോക്ടർ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയ ഈ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്ടല്ല റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വീട്ടിൽ എപ്പോഴുമുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂട്ടല്ലയുടെ അതേ ടേസ്റ്റിലും അതേ ഫ്ലേവറിലും തന്നെ ഉണ്ടാക്കാം. ന്യൂട്ടല്ലയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹേസൽ നട്ട്സ് ആണ്. ആദ്യം ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം വെള്ളം പോകാനായി ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക. വെള്ളം നല്ലതുപോലെ മാറിയ ശേഷം ചൂടായ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാനും പിന്നെ കടലയൊന്ന് കുക്കായിട്ട് വരാനും കൂടിയാണ് നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഹേസൽ നട്ട്സിന് നല്ല റേറ്റാണ്. നല്ല ക്വാളിറ്റിയിലുള്ള ഹേസൽ നട്ട്സ് തന്നെ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കടലയാണ്. ഇത് തൊലിയുള്ളതുമുണ്ട്, തൊലി ഇല്ലാത്തതുമുണ്ട്. തൊലിയുള്ളതാണ് വാങ്ങുന്നതെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം തൊലി കളഞ്ഞെടുക്കണം. ഇതിപ്പോൾ തൊലി ഇല്ലാത്തതാണ്. ഇതിന് പകരമായി കറി വെക്കുന്ന കറുത്ത കടലയും എടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം തൊലി കളഞ്ഞെടുത്താൽ മതി. ഞാനിവിടെ എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി തണുക്കാനായി മാറ്റി വെക്കുക. ചൂട് മാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. മിക്സിയിൽ പൊടിക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും. കാരണം നമ്മൾ സോക്ക് ചെയ്യാത്ത കടലയല്ലേ, അപ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് നിർത്തി അടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടണം. ഞാനിവിടെ 3 രീതിയിൽ ന്യൂട്ടല്ല ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. അടുത്തതായി വേണ്ടത് നിലക്കടലയാണ്. ഞാൻ തൊലിയോടുകൂടിയുള്ള 1 കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ തൊലിയില്ലാത്ത വറുത്ത നിലക്കടലയാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. ഇതൊരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ റോസ്റ്റ് ആയി കിട്ടും. നമ്മൾ ഇത് ഓരോന്നും വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് വറുത്തെടുക്കരുത്, കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പാത്രം ചൂടായ ശേഷം മാത്രമേ കടല ഇട്ട് കൊടുക്കാവൂ. ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഞെരടുമ്പോഴേക്കും തൊലി പോകണം. ഇതാണ് പാകം. ഇനി ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ കളയാനായി ഇതുപോലൊരു ടവലിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചുരുട്ടി പിടിച്ച് ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. എത്രമാത്രം കടലയുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പേറ്റി എടുക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കുകയോ ചെയ്താൽ മതി. ആ തൊലിയെല്ലാം മാറിക്കിട്ടും. തൊലിയില്ലാത്ത കടലയാണ് എടുക്കുന്നതെങ്കിൽ എളുപ്പമുണ്ട്. ഒന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ആ പാത്രത്തിലേക്ക് കാഷ്യൂനട്ടും ബദാമും 1/4 കപ്പ് വീതം ചേർത്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതും റോസ്റ്റ് ചെയ്ത ശേഷം തണുക്കാനായി മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിനായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. വൈറ്റ് ഷുഗറിനേക്കാളും എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളത് ഈ ബ്രൗൺ ഷുഗറാണ്. ഇത് ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയിൽ നിന്ന് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ബദാമും കാഷ്യൂനട്ടും ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നിർത്തി കൊടുത്ത് ഇളക്കി കൊടുത്ത് വേണം പൊടിച്ചെടുക്കാൻ. കുറച്ച് സമയം ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നുള്ള ഓയിലൊക്കെ ഇറങ്ങി നല്ലതുപോലെ തന്നെ അരിഞ്ഞു കിട്ടും. എല്ലാം നല്ലതുപോലെ തന്നെ അരിഞ്ഞു കിട്ടുന്നത് വരെ അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഹേസൽ നട്ട്സ് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗറിൽ നിന്ന് ഒരു 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. ഹേസൽ നട്ട്സും പീനട്ടും തുല്യ അളവിൽ തന്നെ 1/2 കപ്പ് വീതം എടുക്കുക. കാഷ്യൂ നട്ട്സും ബദാമും ഇതിൻ്റെ പകുതി അളവിൽ 1/4 കപ്പ് വീതമാണ് എടുക്കേണ്ടത്. ഇനിയും വേണ്ടത് ബട്ടറാണ്. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ബട്ടറാണ്. ഇതൊന്നും മെൽറ്റാക്കി എടുക്കണം. കുറച്ച് സമയം പുറത്ത് വെക്കുകയോ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിലൊന്ന് ഇറക്കി വെക്കുകയോ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഒരു 1/4 കപ്പ് ബട്ടറോളം നമുക്ക് വേണ്ടി വരും. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ബട്ടർ ചേർക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. ഇത് നമുക്ക് മെൽറ്റാക്കിയ ശേഷം മാറ്റി വെക്കാം. ഇനിയും വേണ്ടത് ചോക്ലേറ്റാണ്. ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടെ എടുക്കുമ്പോഴാണ് കറക്റ്റ് ന്യൂട്ടല്ലയുടെ ടേസ്റ്റിൽ തന്നെ കിട്ടുന്നത്. മിൽക്ക് ചോക്ലേറ്റ് ഡയറി മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. രണ്ടും 40 ഗ്രാം വീതം എടുക്കുക. ഇതൊന്ന് പൊട്ടിച്ചെടുത്ത് വെള്ളമൊന്നുമില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ബൗൾ വെച്ച് കൊടുക്കുക. ഈ ബൗളിനുള്ളിൽ വെള്ളം കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് 1/2 സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കുക. ഈ ചോക്ലേറ്റുകൾ തണുത്ത് കഴിയുമ്പോൾ കട്ടിയായി പോകും. ഇങ്ങനെ കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ബട്ടർ ചേർക്കുന്നത്. മൈക്രോവേവ് ഓവനിൽ വെച്ച് വേണമെങ്കിലും മെൽറ്റാക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക.
കൂടെ തന്നെ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ബട്ടറിൽ നിന്ന് അരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വാനില എസൻസും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയം മിക്സി ചൂടായി പോയാൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത ശേഷം ഒന്നുകൂടി അരച്ചെടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞു വരണം. കൂടുതൽ ടൈറ്റായിട്ട് തോന്നിയ 1 സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരിഞ്ഞില്ലെങ്കിൽ തരിതരിപ്പുണ്ടാവും. ഇത് അരച്ചതിന് ശേഷം ഒന്ന് വിരലിൽ തൊട്ട് നോക്കി തരിതരിപ്പുണ്ടെങ്കിൽ വീണ്ടും അരച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ന്യൂട്ടല്ല റെസിപ്പിയാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂട്ടല്ലയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചോക്ലേറ്റിന് പകരം ഡേറ്റ്സ് വേണമെങ്കിലും നമുക്ക് അരച്ച് ചേർക്കാവുന്നതാണ്. ഇത് 1-2 സ്പൂൺ ചപ്പാത്തി സ്പ്രെഡ് ചെയ്ത ശേഷം ഒന്ന് ചുരുട്ടി വെച്ച് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക. അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. ഇങ്ങനെ 1-2 ഗോതമ്പ് ചപ്പാത്തി മതി ബ്രേക്ക്ഫാസ്റ്റ് ആയോ ലഞ്ചായോ 4 മണിക്ക് വരുമ്പോഴോ കഴിക്കാൻ. ഇതിൻ്റെ ഒരു പീസിൽ തന്നെ ഹേസ്നട്ട്സ്, പീനട്ട്, കാഷ്യൂനട്ട്, ബദാം, ബട്ടർ, ചോക്ലേറ്റ് എല്ലാം ഉണ്ട്. ചോക്ലേറ്റിന് പകരം ഡേറ്റ്സ് ആയാൽ കുറച്ചുകൂടി നല്ലതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂട്ടല്ലയുടെ ഒറിജിനൽ ടേസ്റ്റ് തന്നെ കിട്ടണമെങ്കിൽ ചോക്ലേറ്റ് തന്നെ ചേർക്കണം. ഒരു രക്ഷയുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചോളും. ഇനിയും പീനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കി ഈ രീതിയിൽ വേണമെങ്കിലും ന്യൂട്ടല്ല തയ്യാറാക്കാം. ചൂടായ പാത്രത്തിലേക്ക് 1/2 കപ്പ് ബദാമും 1/2 കപ്പ് കാഷ്യൂനട്ടും ചേർത്ത് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓയിലിൽ തന്നെ ഇത് നല്ലതുപോലെ അരച്ചെടുക്കാൻ പറ്റും. നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം 1 കപ്പ് ഹേസൽനട്ട്സ് പൊടിച്ചതും 1/2 കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനായുമെല്ലാം ഈ ബ്രൗൺ ഷുഗർ വാങ്ങാൻ കിട്ടും. ഇങ്ങനെ ബ്രൗൺ ഷുഗറും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കുക. എല്ലാം നല്ലതുപോലെ തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റാക്കിയ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ തന്നെ മെൽറ്റാക്കി എടുത്ത ശേഷമാണ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് കഴിക്കാൻ അലർജിയുള്ള കുട്ടികൾക്കൊക്കെ ഡേറ്റ്സ് അതിൻ്റെ കുരു മാറ്റിയ ശേഷം അരച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയും മെൽറ്റാക്കിയ ബട്ടർ 1/2 കപ്പ് ചേർത്ത് കൊടുത്ത് 1/4 ടീസ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കുക. നിലക്കടല ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്ടല്ല റെസിപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിലക്കടലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനും കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂട്ടല്ലയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതും ചപ്പാത്തിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ രീതിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള 2 ന്യൂട്ടല്ല റെസിപ്പികളാണ് ഇവിടെ ഉണ്ടാക്കി കാണിച്ചത്. ഇനിയും കടയിൽ നിന്ന് വാങ്ങുന്ന ഒറിജിനൽ ന്യൂട്ടല്ലയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. 1 കപ്പ് ഹേസൽനട്ട്സ് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. നല്ല സൗണ്ട് വരുന്നത് കൊണ്ട് നിർത്തി സാവധാനം വേണം പൊടിച്ചെടുക്കാൻ. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഈ എടുത്തിരിക്കുന്ന കടലയുടെ പകുതി അളവ് പഞ്ചസാര പൊടിച്ചെടുക്കുക. ഇനിയും പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ പഞ്ചസാരയും പൊടിച്ചു വെച്ചിരിക്കുന്ന ഹേസൽനട്ട്സും ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. പഞ്ചസാരയും നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കണം. രണ്ടും കൂടി പൊടിച്ചതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്താൽ നല്ലതാണ്. രണ്ടും കൂടി ഒരുമിച്ചിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കരുത്. രണ്ടായി പൊടിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഒരുമിച്ചിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാവൂ. എങ്കിൽ മാത്രമേ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടുകയുള്ളൂ. നല്ലതുപോലെ പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ അളവ് കൂടി പോകരുത്, ഒരു 1/4 കപ്പ് മാത്രം മതി. ഇതിലേക്ക് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് അടിക്കുന്നതിനനുസരിച്ച് ഇടയ്ക്ക് ബാക്കിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കുക. മിക്സി ചൂടായി വരുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്ത് നിർത്തി വേണം അടിച്ചെടുക്കാൻ. നല്ല സ്മൂത്തായി തന്നെ അടിച്ചെടുക്കണം. അടിച്ചെടുക്കുന്ന സമയം ടൈറ്റായിട്ട് തോന്നിയ സൺഫ്ലവർ ഓയിൽ 1 സ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂട്ടല്ലയുടെ അതേ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ന്യൂട്ടല്ല ഇവിടെ തയ്യാറായി. ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ അടച്ച് സൂക്ഷിച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഒരു കേടും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നനഞ്ഞ സ്പൂൺ കൊണ്ടൊന്നും എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഈ തയ്യാറാക്കിയ 3 ന്യൂട്ടല്ല റെസിപ്പിയിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ന്യൂട്ടല്ലകൾ ബ്രെഡിലോ ചപ്പാത്തിയിലോ സ്പ്രെഡ് ചെയ്തോ വെറുതെ കഴിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ പെർഫെക്റ്റ് ഹോം മെയ്ഡ് ന്യൂട്ടല്ല റെസിപ്പികൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 180 ഗ്രാമിന് തന്നെ 220 രൂപയാവും. ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് തിക്കായി പോവും, പുറത്ത് വെച്ചാൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരുന്നോളും. നമ്മൾ മൂന്നാമതുണ്ടാക്കിയ സൺഫ്ലവർ ഓയിൽ ചേർത്തുള്ള ന്യൂട്ടല്ല മാത്രമേ അൺഹെൽത്തി ആയിട്ടുള്ളൂ. എന്തായാലും കടകളിൽ നിന്ന് വാങ്ങുന്ന ന്യൂട്ടല്ലയിൽ വില കൂടിയ ബട്ടർ ഒന്നും ചേർക്കാറില്ല. സൺഫ്ലവർ ഓയിൽ മാത്രമേ ചേർക്കൂ. ബട്ടറിന് പകരം ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ മൈദയുടെ ബ്രെഡിന് പകരം വീറ്റ് ബ്രെഡ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. വീറ്റ് ബ്രെഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ എത്രമാത്രം ആഹാര സാധനങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി വേസ്റ്റാക്കി കളയുന്നത്. അവർക്കിപ്പോൾ ജങ്ക് ഫുഡുകൾ മാത്രം മതിയല്ലോ. ന്യൂട്ടല്ല ഇഷ്ടമില്ലാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. ഇങ്ങനെ ഹെൽത്തിയായി ന്യൂട്ടല്ല തയ്യാറാക്കി കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കൂ, അവർക്കിഷ്ടമാവും. അപ്പോൾ നിങ്ങളും ഈ ന്യൂട്ടല്ല റെസിപ്പികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.